കൊച്ചി അവയവക്കടത്തിലെ പ്രധാനപ്പെട്ട ഏജന്റ് കുടുംബസമേതം മുങ്ങിക്കളഞ്ഞു. ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തപ്പോഴാണ് കുമ്പളങ്ങി സ്വദേശി ഷാജി കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടത്. ഹൈദരാബാദിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പ്രതിക്ക് വേണ്ടി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന ആരോപണം ഇപ്പോൾ കൊച്ചിയിൽ ശക്തമാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംകുമാർ, ഇയാൾ രക്ഷപ്പെട്ട് കളഞ്ഞു അല്ലെങ്കിൽ മുങ്ങിക്കളഞ്ഞു എന്നുള്ള വാർത്ത എപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്? എസ്കെൻ, ഈ സംഭവം ഉണ്ടായി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടെ ഇന്നലെ അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് വീട് പൂട്ടി ഇയാൾ കുടുംബസമേതം മുങ്ങിയിരിക്കുന്ന കാര്യം പ്രദേശവാസികൾ തന്നെ പറഞ്ഞത്. അതിന്റെ തൊട്ടടുത്ത ദിവസം സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ തിരക്കി വീട്ടിലെത്തിയിരുന്നു. പക്ഷേ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. പരിസരവാസികളോട് ഒക്കെ വലിയ ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഷാജി. അവിടെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു ഇയാളുടെ മുഖമുദ്ര. അങ്ങനെ നിന്നിരുന്ന ഒരാളാണ് വളരെ പെട്ടെന്ന് ഈ കേസും ഈ എഫ്ഐആറും വന്നതോടുകൂടി കുടുംബസമേതം മുങ്ങിയിരിക്കുന്നത്. നിലവിൽ പോലീസ് ഈ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട്. കേരളത്തിൽ പ്രതി ഇല്ല എന്നുള്ള സൂചനയാണ് പോലീസും നൽകുന്നത്. ഇയാളുടെ കുടുംബാംഗങ്ങളുടെ അടക്കം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള വിവരം പോലീസും പങ്കുവെക്കുന്നുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. കേരളം വിട്ടു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും പ്രതി മുങ്ങിയിരിക്കുകയാണെന്നുള്ളത് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസും വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇന്നലെ നമ്മളവിടെ എത്തുമ്പോഴും ഗേറ്റും വീടും പൂട്ടിയിട്ട നിലയിൽ വാഹനങ്ങളൊക്കെ വീട്ടിൽ വെച്ചാണ് കുടുംബസമേതം ഭാര്യയും ഷാജിയും മക്കളും സഹിതം വീട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇയാൾക്ക് ഇങ്ങനെ അവയവക്കടത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരം പ്രദേശവാസികൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് അറിയുന്നത്. ഈ കേസ് വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഏതായാലും പ്രതിക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. എസ്കെൻ. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നമുക്കൊപ്പം നൽകിയത്.